ഒന്നാമത്തെ ചോദ്യം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവമേത്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ്, ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം, ഓപ്ഷൻ സി വാഗൺ ട്രാജഡി, ഓപ്ഷൻ ഡി ചമ്പാരൻ സമരം. ഉത്തരം ചൗരി ചൗര സംഭവം. രണ്ടാമത്തെ ചോദ്യം. വന്ദേ മാതരം സമരം എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ സ്വദേശി സമരം, ഓപ്ഷൻ ബി നിയമലംഘന സമരം, ഓപ്ഷൻ സി ചമ്പാരൻ സമരം, ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. ഉത്തരം സ്വദേശി സമരം. മൂന്നാമത്തെ ചോദ്യം. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ, ഓപ്ഷൻ സി ചണ്ഡീഗഡ്, ഓപ്ഷൻ ഡി ലഡാക്ക്. ഉത്തരം ആൻഡമാൻ നിക്കോബാർ. നാലാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഉത്തരം തൃശൂർ. അഞ്ചാമത്തെ ചോദ്യം. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. ഉത്തരം ഉത്തർപ്രദേശ്. ആറാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ATMകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഉത്തരം മഹാരാഷ്ട്ര. ഏഴാമത്തെ ചോദ്യം. സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ഡി മുദ്ര ബാങ്ക്. ഉത്തരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. എട്ടാമത്തെ ചോദ്യം. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും തിരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി പാർലമെന്റ്, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ഉത്തരം പാർലമെന്റ്. ഒൻപതാമത്തെ ചോദ്യം. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശഭാഗമേത്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി ഗോൾഗി വസ്തുക്കൾ, ഓപ്ഷൻ സി ലൈസോസോം, ഓപ്ഷൻ ഡി കോശമർമ്മം. ഉത്തരം ലൈസോസോം. പത്താമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന പൂരം ഏത്? ഓപ്ഷൻ എ ആറാട്ടുപുഴ പൂരം, ഓപ്ഷൻ ബി തൃശൂർ പൂരം, ഓപ്ഷൻ സി ചിനക്കത്തൂർ പൂരം, ഓപ്ഷൻ ഡി ആനയടി പൂരം. ഉത്തരം ആറാട്ടുപുഴ പൂരം.